അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടുത്തെ ചെറിയ കുഞ്ഞിനെ തേക്കാനുള്ള പ്രസവിച്ച ഉടനെയുള്ള മക്കളില്ല അവർക്ക് തേക്കാനുള്ള ക്യാരറ്റും പച്ചമഞ്ഞളും കൂടി മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇതിലേക്കൊരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നത്. നമുക്ക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ ഒഴിക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഞാൻ എടുത്തത്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് നല്ലെണ്ണ എണ്ണയും കൂടെ എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇത് കാച്ചിയെടുക്കുന്നത്. അപ്പോൾ അതാ ഈ നല്ലെണ്ണ കേട്ടോ ഞാനെടുത്ത്. ഏതെണ്ണ എടുത്താലും വേണ്ടിയില്ല, എള്ളെണ്ണ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് എള്ളെണ്ണ, 1/4 കപ്പ് വെളിച്ചെണ്ണ. ഇത് രണ്ടും നമ്മൾ പച്ചമഞ്ഞളും ക്യാരറ്റും അടിച്ച് വെച്ചതിലേക്ക് ഒഴിച്ച് എന്നിട്ട് നമുക്ക് അടുത്ത് ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് കഴിയുന്ന പരിപാടി കേട്ടോ. അടുപ്പിൽ വെച്ചിട്ടൊന്ന് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കാച്ചില്ല അതുപോലെ കാച്ചിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ അടുപ്പിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഈ ക്യാരറ്റും പച്ചമഞ്ഞളും നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരണം കേട്ടോ. അതുവരെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കാച്ചിയെടുക്കണം. കുഞ്ഞുങ്ങൾക്ക് നല്ല നിറം ഉണ്ടാവാനും പിന്നെ അതുപോലെ സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ചെറിയ കുട്ടികൾക്ക് വരേണ്ട സ്കിന്നൊക്കെ ആയിക്കില്ല. അപ്പോൾ ആ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ പച്ചമഞ്ഞളും ക്യാരറ്റും കൂടി ഇട്ട് കാച്ചുന്നത്. ഏറ്റവും നല്ലതാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണ്ടേ. പ്രസവിച്ച പാടുള്ള മക്കൾക്ക് ഒരു 3 മാസം 6 മാസം വരെയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇത് എണ്ണയും വെളിച്ചെണ്ണയും കൂടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പത പൊന്തുന്നത്. വെളിച്ചെണ്ണ മാത്രമാണ് ഞാൻ ഉണ്ടാവില്ല, രണ്ടും കൂടി മിക്സ് ചെയ്ത് തേക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത്. അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരണം. ഇത് പച്ചയാണ് കേട്ടോ. ഇതിന് കരട് പോലെ ആയിട്ട് വരണം, ഞെരിഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അരിച്ച് നല്ലൊരു ചൂട് തണിഞ്ഞിട്ട് അരിച്ചിട്ട് നല്ലൊരു പാത്രത്തിലേക്ക് കുപ്പിയിലേക്ക് ആക്കി വെച്ചാൽ നമുക്ക് ഓർക്ക് തേച്ച് കൊടുക്കാം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്ക് സ്കിന്നിന് പ്രശ്നമുള്ള കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാൻ നല്ലതാണ്. വരണ്ട ചർമ്മമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, ആ കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. 10 വയസ്സുള്ള മരോട്ടുള്ള കുട്ടികൾക്ക് താഴോട്ടുള്ള കുട്ടികൾക്കൊക്കെ. അപ്പോൾ അതാ നമ്മളെ ക്യാരറ്റ് ഇതെങ്ങനെ ആയിട്ടുണ്ട്. ഇതാണ്ടോ ഈ മൊരിഞ്ഞത് കണ്ടോ, ഈ കരട് മണൽത്തരി പോലാവും. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിടുക. അപ്പോൾ നന്നായി തണിഞ്ഞതിന് ശേഷം ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് ആവശ്യത്തിന് എടുത്ത് തേച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കുട്ടികൾക്ക് തേച്ച് കൊടുക്കാണ്ട്. ചെറിയ മക്കൾക്കല്ല കേട്ടോ, വലിയ കുട്ടികൾക്കൊക്കെ തേക്കാം. വലിയ മക്കൾക്ക് തേക്കാം. സ്കിന്നിന് നമ്മൾ വലിയ ആൾക്ക് സ്കിന്നിന് പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കും തേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്താലേ വീഡിയോ എല്ലാവരിലേക്ക് എത്തുള്ളൂ. എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ വീഡിയോ ആവണമെങ്കിൽ നിങ്ങളെല്ലാവരും കാണുന്നവരൊക്കെ എന്താകുക ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ വീഡിയോ എല്ലാവരിലേക്ക് എത്തും. അപ്പോൾ ഓക്കെ.